അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം എല്ലാവരും മൂന്നാമത്തെ നോമ്പെടുത്ത് ഏതാനും ടൈമുകൾ കഴിഞ്ഞാൽ നമ്മുടെ നോമ്പെല്ലാം തുറക്കാനായി. നമ്മുടെ നോമ്പെല്ലാം റാഹത്തിലാക്കി തരട്ടെ പടച്ച റബ്ബ്, ആമീൻ. ഇന്ന് നമ്മുടെ പിന്നാര ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനമാണ്. ഫാത്തിമ ബീവിയുടെ ഓരോ ചരിത്രങ്ങൾ കേട്ടാൽ നമ്മളൊക്കെ ജീവിതം എവിടെ കിടക്കുന്നത്. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു വീട്ടിലേക്ക് വന്നപ്പോൾ തകൃതിയായി വീട്ടുജോലി ചെയ്യാണ് ഫാത്തിമ ബീവി. മക്കളെ കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, കുബ്ബൂസ് ഉണ്ടാക്കുന്നു. അലി റളിയല്ലാഹുവിനെ കണ്ടെങ്കിലും കണ്ട പോലെ നടിച്ചിട്ടില്ല. എന്നെ കണ്ടിട്ട് മിണ്ടാത്തതെന്തേ, ഞാൻ വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നു. ഫാത്തിമ ബീവി പറയാണ്, നിങ്ങളെയും മക്കളെയും കൂട്ടാൻ തൽക്കാലം പറ്റില്ല. ഫാത്തിമ ബീവി പറയാം, ശരി, എപ്പോഴാ മടക്കം? ഖിയാമത്ത് നാളാകുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല. ഫാത്തിമ ബീവി പറയാണ്, ആരാ ഇതൊക്കെ പറഞ്ഞത്? അലി റളിയല്ലാഹു ചോദിക്കുന്നു. ഉപ്പയെ സ്വപ്നത്തിൽ കണ്ടു, കാണണമെന്നും കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. ഇത് കേട്ടതും രണ്ടുപേരും അവിടെ പൊട്ടിക്കരഞ്ഞു പോയൊരു നിമിഷമാണ്. ചരിത്രം പോലും പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം എത്രയെത്ര ഇതാണ്. ആകെ നമ്മുടെ ഫാത്തിമ ബീവിക്ക് 29 വയസ്സ് പ്രായമാകുമ്പോഴാണ് ഫാത്തിമ ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരണപ്പെട്ടാൽ എന്നെ ഖബറടക്കുന്നത് രാത്രി സമയത്താവണം. അതെന്തിനാ ഫാത്തിമ എന്ന് അലി റളിയല്ലാഹു ചോദിക്കുമ്പം പറഞ്ഞത് എന്തായിരുന്നോ, എന്നെ ജനാസ ചുമന്ന് കൊണ്ടുപോകുന്നതും മയ്യത്ത് ഖബറടക്കുന്നതും ഒക്കെ പുരുഷന്മാരല്ലേ, അവരെ എൻ്റെ ശരീരം കാണൂലേ, ആ ശരീരത്തിൻ്റെ മയ്യത്തിൻ്റെ ശരീരം കാണും, അത് വെക്കണ സമയത്ത് ആ ശരീരപ്രകൃതി കണ്ടുപോകുന്നു. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഞാനും നിങ്ങളടക്കം നമ്മുടെയൊക്കെ ഹൗറത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെ കാണുന്നുണ്ടാവും, ആരൊക്കെ കാണുന്നുണ്ടാവും. ഒരു മുടി കാണാതെ നമ്മൾ പുറത്തു പോകാൻ ശ്രദ്ധിക്കാറുണ്ടോ? അതന്നെ നമ്മളടുത്ത് പറ്റുന്ന ഓരോ അശ്രദ്ധകളാണ്. ഇനിയെങ്കിലും ഞാനും നിങ്ങളും എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഈ റമദാനിലെ മൂന്നാമത്തെ നോമ്പിൽ ഒരു തീരുമാനമെടുക്കുന്നു. നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഹൗറത്തിന് വെളിവാകൂല എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ വരുത്തുക. നമ്മൾ പുറത്തു പോകുമ്പോഴും എപ്പോഴും നമ്മൾ അന്യപുരുഷന്മാരുടെ ഇടയിലും നമ്മുടെ ഹൗറത്ത് വെളിവാക്കാതിരിക്കുക. പടച്ച റബ്ബ് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. അവരുടെ കൂടെ നമ്മളൊക്കെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.